രാമകൃഷ്ണന്റെ വേരുകൾ എന്ന നോവലിലെ ഒരു ഭാഗമാണ് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ഏതൂ അവിടെ നിൽക്കൂ. നിങ്ങൾ അറിഞ്ഞില്ലേ നിന്റെ രാമുവിന് എന്ത് പറ്റി? അത് രാമുവിനെ നീ വേഗം വീട്ടിലേക്ക് പോകൂ. അവിടെ നിൽക്കൂ. രാമുവിന് എന്ത് പറ്റി? വേഗം വീട്ടിലേക്ക് പോകാം. അമ്മ, രാമു എங்கே? രാമു ആശുപത്രി കൊണ്ടുപോയിക്കാൻ. ലക്ഷ്മി, രാമുവിന് എന്തേ ഇപ്പൊ ഇങ്ങനെ? രഘു, ലക്ഷ്മി ഡോക്ടറെ കാണിക്കാൻ പുറപ്പെട്ടതായിരുന്നു. അപ്പോൾ ആ കാലൻ ഡോക്ടറുടെ രൂപത്തിൽ മുമ്പിലെത്തിയത്. കുത്തിവയ്പ് വേണമെന്ന് രക്തം പരിശോധിച്ചാൽ മതി അയാളാ പറഞ്ഞത്. പക്ഷേ അവൻ ഇപ്പോൾ ഇരുമ്പടിയിട്ട ആശുപത്രി മുറിയിൽ ഇരുമ്പ് കട്ടിലില്ല. നമുക്ക് വേഗം ആശുപത്രിയിലേക്ക് പോകാം. ഡോക്ടർ, ഡോക്ടർ, രാമു പേപ്പട്ടി വിഷബാധയേറ്റ കുട്ടി. ഈ കുട്ടി ഈ സ്ഥിതിയിൽ എത്തുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എവിടെയായിരുന്നു? ഡോക്ടർ, രാമുവിന്റെ കണ്ടീഷൻ നത്തിങ്. കാന്റിനോ റേബിസ് ആണ്. രക്ഷയൊന്നുമില്ല. ഡോക്ടർ, മുമ്പ് ബ്ലഡ് ടെസ്റ്റ് നടത്തിയപ്പോൾ കുഴപ്പമില്ലാന്ന് കണ്ടതാണ്. മിസ്റ്റർ, ഇതിന്റെ വൈറസ് ബ്ലഡിലല്ല, സ്പൈനൽ ഫ്ലൂയിഡിലാണ്. ബ്ലഡ് ടെസ്റ്റ് നടത്തി ആരെങ്കിലും നിങ്ങളെ സമാധാനിപ്പിച്ചെങ്കിൽ he is a bloody bastard and a quack. ഡോക്ടർ, അവൻ മരിക്കുന്നുണ്ടെങ്കിൽ ഈ ജയിലറയിൽ വേണ്ട, വീട്ടിൽ കിടന്നു മരിക്കട്ടെ. ലക്ഷ്മി, രാമുവിനെ ഒരു കാറിൽ വീട്ടിൽ കൊണ്ടുപോയിക്കോ. ഞാൻ ഇപ്പൊ വരാം. ഒരു മുസ്ലിം വൈദ്യനുണ്ട്, അയാളെ കൂട്ടിക്കൊണ്ട് വരാം. അതെങ്കിലും ഗുണം കിട്ടിയാലോ? ഓ സംഗതി ഇപ്പൊ ശരിയാക്ക. നമുക്ക് 2-3 ആളെ വേണോ? ഓനെ പിടിക്ക. എന്തേ? അതിന് മുമ്പ് കടിച്ചത് പേപ്പട്ടിയാണെന്ന് അറിയണല്ലോ. ഒരു പാത്രം വെള്ളം കൊണ്ടേ ആ വളക്കിന്റെ തിരിയൊന്ന് പന്തിച്ചേ. വിശ്വാസില്ലെങ്കിൽ നമ്മൾ പോന്നേങ്ങൂ. എന്റെ ദൈവങ്ങളെ, എന്തിന് രാമുവിനെ ഇങ്ങനെ പാടുപെടുത്തുന്നു? വേഗം രാമുവിനെ കെട്ടയച്ചിരുന്നു. മോനെ രാമു, മാമ എനിക്ക് കുട്ടി വയ്ക്കല്ലേ? മാമ ഞാൻ പോരെ. അമ്മ ഞാൻ പോരെ. അപ്പ ഞാൻ പോരെ. എന്തെങ്കിലും ചെയ്യണം. ഡോക്ടർ വിളിക്കാം. ഡോക്ടർ വിളിക്കൂ. You are a lawyer? മേൽച്ചേരിക്കലിൽ പാടില്ലെന്ന് അറിഞ്ഞുകൂടെ? ഞാൻ മോഫി കൊടുക്കാം. അപ്പ ഞാൻ പോരെ. അമ്മ ഞാൻ പോരെ. അമ്മയെ ഉപദ്രവിക്കാതെ കൊല അറിഞ്ഞില്ല. പട്ടി
ജീവൻ കവർന്ന കഥ. ദുരിതവും വേദന നിറഞ്ഞ എന്റെ ഗ്രാമം. എങ്കിലും എന്റെ ജന്മനാടിനെ ഞാൻ വളരെ ഇഷ്ടപ്പെടുന്നു. നന്ദി, നമസ്കാരം.